ജി സുധാകരൻ എന്ന കരുത്തുറ്റ നേതാവ് എത്രമാത്രം പ്രിയപ്പെട്ടതാണോ അതിലേറെ SFIയുടെയും CPIMന്റെയും ചരിത്രത്തിൽ ജ്വലിക്കുന്ന ഓർമ്മയാണ് ജി സുധാകരന്റെ സഹോദരൻ ജി ഭുവനേശ്വരൻ. പന്തളം NSS കോളേജിൽ പഠിക്കവേ KSU DSU പ്രവർത്തകരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭുവനേശ്വരൻ CPIMന്റെയും SFIയുടെയും രക്തസാക്ഷിയുമാണ്. എന്നാൽ ഭുവനേശ്വരനെ കൊന്നത് ഏതോ ഗുണ്ടാപ്പിള്ളേരാണെന്നും അവരാരും ഇപ്പോൾ ഒരു പാർട്ടിയിലും ഇല്ലെന്നുമാണ് ഇന്ന് ജി സുധാകരൻ പറഞ്ഞത്. 4 മാസം മുൻപ് സഹോദരനെ കൊന്നത് KSU DSU കാബാലികരാണെന്ന് സുധാകരൻ രക്തസാക്ഷി ദിനത്തിൽ കുറിച്ചിരുന്നു. ഇന്ന് മയപ്പെടുത്തിയത് തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണോ എന്നതാണ് ചോദ്യം. വിദ്യാർത്ഥികളുടെ അഭിപ്രായം നോക്കാം. ഇസത്ത് സുൽഫിക്കർ ചേരും വിദ്യാർത്ഥികൾക്ക് ഒപ്പം. ജി സുധാകരന്റെ സഹോദരൻ ഭുവനേശ്വരനെ കൊന്നത് KSUക്കാരല്ല മറിച്ച് ഗുണ്ടകളാണ് എന്നാണ് ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിൽ വിദ്യാർത്ഥികളുടെ അഭിപ്രായം എന്നത് നമുക്ക് ചോദിച്ചു തന്നെ അറിയാം. ജി സുധാകരന്റെ അനിയനെ കൊന്നത് തികച്ചും KSUക്കാരാണ്, ഗുണ്ടകളല്ല. KSU നടത്തുന്ന ഒരാക്രമണങ്ങളെയും അല്ലെങ്കിൽ ഇത്തരത്തിൽ നടത്തിയ ഒരു കൊലപാതകങ്ങളെയും ഒരു രീതിയിൽ ലഘൂകരിക്കരുത്. അതിനെ ന്യായീകരിക്കുന്നത് ആരാണെങ്കിലും അതിനെ ഒരു തരത്തിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ആ ഒരു വീഴ്ച എന്ന് പറയുന്നത് 3ാമത്തെ ഫ്ലോറിൽ നിന്നാണ് സഖാവ് വീഴുന്നത്. അതിൻ്റെ പിന്നിൽ നിന്നുള്ളത് KSU പ്രവർത്തകരാണ്. അപ്പോൾ ഗുണ്ടാസ് എന്ന് വിശ്വസിക്കുമ്പോൾ അതിന് മുന്നിൽ വാഴി ചേർക്കേണ്ടെന്നുള്ളത് KSU ഗുണ്ടകളാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജി സുധാകരൻ്റെ അനിയനെ കൊന്നത് KSUക്കാരനെയാണ്. അതിനിപ്പോൾ യാതൊരു തർക്കമൊന്നുമില്ല. പിന്നെ KSU എന്ന സംഘടന അക്രമവും കൊല രാഷ്ട്രീയവും ഒക്കെ ചെയ്യുന്ന ഒരു സംഘടനയാണ്. എനിക്കറിയാൻ മേലാത്ത കാര്യത്തെക്കുറിച്ച് പറയുന്നത് ശരിയല്ലല്ലോ, കമന്റ് ഇടുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ വലിയ കമന്റ് ഒന്നുമില്ല. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അഫ്സൽ രാജിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.